വിശദമായ വാർത്തകളിലേക്ക്. തലസ്ഥാനത്ത് ഈ മാസം 18 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ബസ് സർവീസ് നടത്താൻ തീരുമാനം. 15 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. ദിനകർ, ഈ മാസം 18 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ബസ് സർവീസ് തലസ്ഥാനത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രിയ, KSRTC ലാഭകരമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് KSRTC കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മാസം 18-ാം തീയതി ഇലക്ട്രിക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ തലസ്ഥാന നഗരിയിൽ ഓടിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയിലായിരിക്കും ഈ തരത്തിലുള്ള പരീക്ഷണം ആദ്യമായി നടത്തുക. 15 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ബസ്സുകൾ ഓടിക്കും. കർണാടക, ആന്ധ്രാപ്രദേശ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ വളരെ നല്ല രീതിയിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു പരീക്ഷണം നടത്താൻ KSRTC ഇപ്പോൾ തയ്യാറാകുന്നത്. KSRTC മാനേജിംഗ് ഡയറക്ടർ ടോമിൻ ജെ തച്ചങ്കരിയാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അതായത് ഇതിന്റെ പോസിറ്റീവ് വശങ്ങൾ ഡീസൽ ഡീസലിനേക്കാളും വളരെയധികം ചെലവ് കുറവാണ് എന്നതും, പുക മലിനീകരണം ഉണ്ടാവില്ല എന്നതും, ശബ്ദരഹിതമാണ് എന്നതും ആണ്. അതോടൊപ്പം തന്നെ മറ്റ് ആധുനിക സംവിധാനങ്ങൾ ഒക്കെ ഈ ബസ്സിൽ ഉണ്ട് എന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ KSRTC സംബന്ധിച്ചിടത്തോളം ഇലക്ട്രിക് ബസ്സിലേക്ക് പരിപൂർണമായി മാറാൻ കഴിഞ്ഞുവെങ്കിൽ, അതായത് സിറ്റി സർവീസുകൾ അത്തരത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ അത് വലിയ ലാഭത്തിലേക്ക് KSRTCയെ കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു നിർദ്ദേശവും കൂടി ഇതിലുണ്ട്. അല്ലെങ്കിൽ അത്തരമൊരു നിലപാട് കൂടി KSRTC MPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. സ്റ്റോൺ ഇൻഫ്രാടെക് ലിമിറ്റഡ് ആണ് ഇത് ട്രയൽ റൺ നടത്തുന്നത്. അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഏജൻസിയാണ്. പരീക്ഷണം വിജയിക്കുകയാണ് എങ്കിൽ 300 ബസ്സുകൾ സിറ്റിയിൽ സർവീസ് നടത്താനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും KSRTC ഇപ്പോൾ നഷ്ടത്തിൽ നിന്നും മെല്ലെ മെല്ലെ കരകയറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 2 മാസമായി കൃത്യമായ ശമ്പളം നൽകാൻ KSRTCക്ക് കഴിഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ചുകൊണ്ട് മെയ് മാസത്തിൽ 40 കോടി രൂപയുടെ അധിക വരുമാനം നേടാനും KSRTCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ പരീക്ഷണങ്ങൾക്ക് ഇപ്പോൾ KSRTC മുതിർന്നത്. പ്രിയ, ദിനകർ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിന്റെ പാതയിൽ സർക്കാർ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇലക്ട്രിക് ബസ് തലസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടുന്നു എന്നത്. ഇത് കൂടുതൽ വികസന കാര്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ KSRTCയെ കൂടുതൽ ലാഭത്തിലേക്കാക്കാൻ മുതിരുന്ന ഒരു സംയുക്തമല്ലേ? തീർച്ചയായും പ്രിയ, KSRTC നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 മാസമായി വലിയ മാറ്റമാണ് KSRTCയിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ KSRTC പെൻഷനർമാർക്ക് കൃത്യമായി പെൻഷൻ നൽകുന്നതിനും സർക്കാരിന് കഴിഞ്ഞിരുന്നു. അത് ഒരു ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ബാങ്കുകളിൽ നിന്നും പണം സ്വരൂപിച്ചുകൊണ്ട് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ കൃത്യമായി കഴിഞ്ഞ 2 മാസമായി കൃത്യമായി ശമ്പളം നൽകാനും KSRTCക്ക് കഴിയുന്നുണ്ട് എന്ന വസ്തുത കൂടി ഇപ്പോൾ ഉണ്ട്. മെല്ലെ മെല്ലെ KSRTC കരകയറുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കഴിഞ്ഞ മാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 40 കോടി രൂപയുടെ അധിക വരുമാനം നേടാൻ KSRTCക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ സർവീസുകൾ നടത്തിയും മറ്റുമാണ് KSRTC ഇത്തരത്തിൽ, അതോടൊപ്പം തന്നെ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 40 കോടി രൂപ അധിക വരുമാനം നേടാൻ KSRTCക്ക് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ കൃത്യമായി 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്നതിനും KSRTCക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് KSRTC മാനേജിംഗ് ഡയറക്ടർ കൂടിയായിട്ടുള്ള ടോമിൻ ജെ തച്ചങ്കരി ഇത്തരത്തിൽ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിക്കുകയും അത് ഫലവത്താവുകയാണ് എന്ന് കാണുകയാണെങ്കിൽ 300ഓളം ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഇറക്കാനുമാണ് ലക്ഷ്യം വെക്കുന്നത്. ശരി ദിനകർ, തലസ്ഥാനത്ത് ഈ മാസം 18 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ബസ് സർവീസ് നടത്താൻ തീരുമാനമായിരിക്കുന്നു. 15 ദിവസം പരീക്ഷണാടിസ്ഥാനത്തിൽ സർവീസ് നടത്തും. വിവരങ്ങളാണ് ദിനകർ നൽകിയത്. തിരുവനന്തപുരം കരിമഠം കോളനിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 180 ഫ്ളാറ്റുകളാണ് ഇന്ന് കൈമാറിയത്. ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കുന്ന 87 ഫ്ളാറ്റുകളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. BSUP പദ്ധതി പ്രകാരം നിർമ്മിച്ച 180 വീടുകളാണ് മുഖ്യമന്ത്രി ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. 9 ബ്ലോക്കുകളിലായാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 87 ഫ്ളാറ്റുകളും കരിമഠം കോളനിയിൽ നിർമ്മിക്കുന്നുണ്ട്. ഇതിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിർമ്മിച്ച വീടിന് പുറമെ 87 വീടല്ലേ നിർമ്മിക്കുന്നുള്ളൂ എന്ന ആശങ്ക ഉണ്ടാകേണ്ടതായിട്ടില്ല. സമയബന്ധിതമായി തന്നെ
എല്ലാ വീടും പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. വീട് ലഭിക്കാത്തവർ നിരാശപ്പെടേണ്ടതായിട്ടില്ല. ഇത്തരത്തിൽപ്പെട്ട എല്ലാവർക്കും വീട് നൽകുന്നതിനുള്ള നടപടി തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. ചടങ്ങിൽ മേയർ വി കെ പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ, വി എസ് ശിവകുമാർ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത AI ഗ്രൂപ്പുകൾ പാളിച്ചകൾ പരിശോധിച്ച് പരിഹരിക്കുമെന്ന് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും. വിമർശകരെ സാമൂഹ്യവിരുദ്ധരെന്ന് വിളിച്ചാക്ഷേപിച്ച് KPCC പ്രസിഡന്റ് MM ഹസനും രംഗത്ത്. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം കോൺഗ്രസിലെ AI ഗ്രൂപ്പുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതും മുഖപത്രമായ വീക്ഷണം നേതൃത്വത്തിനെതിരെ നിശിത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നുമാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒരേ ശബ്ദത്തിൽ രംഗത്തു വന്നത്. KSU ജന്മദിന സംഗമവേദിയിലാണ് ഇരുവരും തോൽവി സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിച്ചത്. ചെങ്ങന്നൂരിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് സുധീരന്റെ വാദം തള്ളിയാണ് ചെന്നിത്തല സംസാരിച്ചു തുടങ്ങിയത്. തോൽവിയുടെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നതായും പാളിച്ചകൾ പരിഹരിച്ച് പാർട്ടി മുൻപോട്ടു പോകുമെന്നും ചെന്നിത്തല പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെങ്ങന്നൂരിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഒരു ഗ്രൂപ്പ് തർക്കങ്ങളും അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് സംഘടനാപരമായി ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ പരിശോധിക്കും. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുന്നതായും കണക്കുകൂട്ടലുകളല്ല പാളിച്ചകൾ കണ്ടെത്തി തിരുത്തി കോൺഗ്രസ് തിരിച്ചുവരുമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. പരാജയത്തെ നമ്മൾ കണക്കുകൾ കൊണ്ടല്ല നേരിടേണ്ടത്, മറിച്ച് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക. ആ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് കൂട്ടായി ശ്രമിക്കുക. അതേസമയം വീക്ഷണം കടുത്ത ഭാഷയിൽ വിമർശിച്ച MM ഹസൻ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ സാമൂഹ്യവിരുദ്ധ പ്രവണതയുള്ളവരാണെന്ന് വിമർശകരെ പറഞ്ഞാക്ഷേപിച്ചു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വിമർശിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണോ? സാമൂഹ്യ വിരുദ്ധ പ്രവണതയുള്ള ആളുകളുടെ അഭിപ്രായമായിട്ടാണ് അത് പലരും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇരു ഗ്രൂപ്പ് നേതാക്കളുടെയും പ്രതികരണം 11-ന് നടക്കുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും തുടർന്നുള്ള നേതൃയോഗത്തിലും ഉണ്ടാകാനിടയുള്ള വിമർശനത്തെ തണുപ്പിക്കുന്നതിനു വേണ്ടിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട കുപ്രചരണങ്ങൾ ഫലിച്ചില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. 100 വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടെ പ്രവേശനാനുമതി. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, എന്തെല്ലാം കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്? പ്രധാനമായും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഈ വർഷം 2018-19 വർഷത്തിൽ 100 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെതിരെ വലിയ തോതിൽ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഇത് ഫലം കണ്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ തെളിവ് തന്നെയാണ് ഇത്തരത്തിൽ MCA അംഗീകാരത്തോടെ 100 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രവേശനത്തിന് അനുമതി ലഭിച്ചത് എന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ MCAയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ചയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് വന്നതോടുകൂടി തന്നെ അടുത്ത ബാച്ചിന്റെ പ്രവേശന നടപടികൾക്കായുള്ള മറ്റ് നടപടികളെല്ലാം തന്നെ ത്വരിതപ്പെടുത്തുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. ചില സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അംഗീകാരം ലഭിക്കില്ല എന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ ചിലർ നടത്തിയത്. അവർക്ക് ഉള്ള ഒരു വ്യക്തമായ മറുപടിയാണ് ഇതോടെ MCAയുടെ അംഗീകാരത്തോടെ ലഭിച്ചിരിക്കുന്നതെന്നും കൂടുതൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ ഒരുങ്ങിയിരിക്കുന്നത്. സർക്കാരിന്റെ ശ്രമങ്ങൾ, കഴിഞ്ഞ കുറച്ചു നാളായുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ ഇക്കഴിഞ്ഞ അധ്യയന വർഷം 100 വിദ്യാർത്ഥികളെയാണ് ഇവിടെ പ്രവേശിപ്പിച്ചത്. കോളേജ് തുടങ്ങി അധിക നാളാകുന്നതിന് മുൻപ് തന്നെ ഇൻസ്പെക്ഷൻ നിലവിൽ MCA ഇൻസ്പെക്ഷനിൽ ആശുപത്രിയുടെ നിലവിലുള്ള സംവിധാനങ്ങളിൽ ചില പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ സർക്കാർ ഇതെല്ലാം ഉടൻ തന്നെ പരിഹരിക്കുകയും അതേ തുടർന്നാണ് ഈ വർഷത്തെ പ്രവേശനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില കുപ്രചരണങ്ങൾ വന്നതെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ഇവർക്കുള്ള പ്രവേശന നടപടികൾ കൂടുതൽ സുതാര്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ ഉടനടി തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. ശരി ഷീജ, വിവരങ്ങളാണ് ഷീജ നൽകിയത്. നിപ വൈറസ് ബാധയുടെ 2ാം ഘട്ടം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. കോഴിക്കോട് ഇന്നു മരിച്ച തലശ്ശേരി സ്വദേശിനി റോജയുടേത് നിപ വൈറസ് കാരണമല്ലെന്ന് പരിശോധനാ ഫലം. കനത്ത ജാഗ്രത തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ സ്കൂൾ തുറക്കുന്നത് ഈ മാസം 12 വരെ നീട്ടി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേരാനും തീരുമാനം.
മെയ് 17 ശേഷം നിപ വൈറസ് ബാധയേറ്റ് ആർക്കും രോഗം സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടാം ഘട്ടം നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. 193 പരിശോധനാ സാമ്പിളുകളിൽ 18 പേർക്കാണ് നിപ സ്ഥിരീകരിച്ചത്. ഇതിൽ 16 പേർ മരിച്ചു. ചികിത്സയിലുള്ള 2 പേർ സുഖം പ്രാപിച്ചു വരുന്നു. രണ്ടാം ഘട്ടത്തിലും ഫലപ്രദമായ ഇടപെടൽ തുടരുന്നതായി കോഴിക്കോട് ചേർന്ന അവലോകന യോഗശേഷം മന്ത്രി കെ ശൈലജ പറഞ്ഞു. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒന്നാം ഘട്ടവും കൺട്രോൾ ചെയ്തിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. സാധാരണ ഈ വൈറസ് ബാധ ഉണ്ടായ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായതുപോലുള്ള ഒരു വലിയ രീതിയിലുള്ള പകർച്ച രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ച തലശ്ശേരി സ്വദേശി റോജയുടേത് നിപ വൈറസ് ബാധ കാരണമല്ലെന്ന് തെളിഞ്ഞു. പുതുതായി വന്ന പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുന്ന സാഹചര്യത്തിൽ സ്കൂൾ തുറക്കുന്നത് ഈ മാസം 12 വരെ നീട്ടിയിട്ടുണ്ട്. പൊതുപരിപാടികൾക്കുള്ള നിയന്ത്രണവും 12 വരെ തുടരും. നിപ പ്രതിരോധ പ്രവർത്തനം വിലയിരുത്താൻ ഈ മാസം 4-ന് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേരുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഓസ്ട്രേലിയയിൽ നിന്ന് കോഴിക്കോട്ടെത്തിച്ച മരുന്ന് ICMR വിദഗ്ധ സംഘത്തിന് നിർദ്ദേശപ്രകാരമേ നൽകൂ. UAE-യിലെ മലയാളി ഡോക്ടർ ഷംസീർ വയലിന്റെ VPS ഹെൽത്ത് കെയർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നൽകുന്ന 1.25 കോടി രൂപയുടെ സുരക്ഷാ ഉപകരണങ്ങൾ ആരോഗ്യമന്ത്രി ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റംസാൻ പകുതി പിന്നിട്ടതോടെ ചരിത്രമുറങ്ങുന്ന തിരൂരങ്ങാടി മമ്പുറം മഖാമിൽ തിരക്കേറി. 200 വർഷം മുൻപ് തുടങ്ങിയ ആഴ്ചതോറുമുള്ള സ്വലാത്തും ശേഷം നോമ്പുതുറ വിഭവമായി നൽകുന്ന ജീരകക്കഞ്ഞിയും റംസാൻ കാലത്ത് വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. മലബാറിലെ വിവിധയിടങ്ങളിൽ നിന്ന് വ്യാഴാഴ്ചകളിൽ ആയിരക്കണക്കിന് ആളുകളാണ് മമ്പുറം മഖാമിലെത്തുക. റംസാൻ മാസമായാൽ തിരക്കുകൂടും. സ്വലാത്ത് നടക്കുന്ന ദിവസം പ്രത്യേകമായി തയ്യാറാക്കുന്ന ഔഷധക്കൂട്ടുകളടങ്ങിയ ജീരകക്കഞ്ഞി കുടിച്ച് നോമ്പു തുറന്നാണ് മടക്കം. കേരളത്തിലെ ഏറ്റവും കാലപ്പഴക്കമുള്ള പള്ളികളിലൊന്നാണ് മമ്പുറം മഖാം. 200 വർഷത്തെ ചരിത്രം ഈ ജീരകക്കഞ്ഞിക്കുമുണ്ട്. മമ്പുറം കഞ്ഞിന്റെ പ്രത്യേകത വെച്ചാൽ ഇത് വളരെ കാലം മുമ്പേ ഉള്ളൊരു സംഭവമാണിത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കഞ്ഞി ജീരകക്കഞ്ഞിയാണ് ഇതിന് പറയുന്നത്. ഇത് വെച്ച് സ്വലാത്തിന് വരുന്ന വിശ്വാസികൾക്ക് നമ്മളിവിടെ വിളമ്പി വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണത്. പ്രത്യേക വളണ്ടിയർമാരാണ് ഇപ്പോൾ കഞ്ഞി തയ്യാറാക്കുന്നത്. മലബാറിലെ സാമ്രാജ്യവിരുദ്ധ പോരാട്ടങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന സയ്യിദ് അലവി മമ്പുറം തങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രമാണ് മമ്പുറം മഖാം. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ജീവകാരുണ്യ പ്രവർത്തകനും സ്പോർട്സ്മാനും ബിസിനസ്മാനുമായ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ ഊട്ടി തങ്കാടു ഗ്രാമത്തിൽ ദുഡ്ഡമന ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന സമുദായ സംഗമത്തിൽ മുതിർന്ന നേതാവ് കാമറയ്യ ആദരിച്ചു. പുതിയതായി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നിർവഹിച്ചു. ബഗഡ സമുദായത്തിന്റെ വേഷവിധാനവും തലപ്പാവും അണിയിച്ചാണ് സമുദായ നേതാക്കൾ ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ വരവേറ്റത്.